കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരും സമ്പന്നരാകാറില്ല. എന്നാൽ ബുദ്ധിപൂർവം നീങ്ങുന്നവർ ഒരിക്കലും ദരിദ്രരാകാറുമില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്നും ഒരു കോടിപതിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാണക്യന്റെ ഈ 6 തന്ത്രങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. തന്ത്രം 1. രഹസ്യം കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ അടുത്ത ബിസിനസ് പ്ലാൻ എന്താണ്? അടുത്ത മാസം എത്ര രൂപ സമ്പാദിക്കണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം? ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ചാണക്യൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ലക്ഷ്യം നടപ്പിലാകുന്നതുവരെ അത് ആരോടും വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവർ അറിയുമ്പോൾ അവർ അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങളുടെ വിജയം മാത്രമായിരിക്കണം ലോകമറിയുന്ന ആദ്യത്തെ വാർത്ത. തന്ത്രം 2. ശരിയായ ഇടം തിരഞ്ഞെടുക്കുക. ഒരു വിത്ത് വളരണമെങ്കിൽ നല്ല മണ്ണ് വേണം. അതുപോലെ നിങ്ങൾ വളരണമെങ്കിൽ നല്ല ചുറ്റുപാട് വേണം. ബഹുമാനമില്ലാത്ത, വരുമാനമില്ലാത്ത, അറിവുള്ളവർ ഇല്ലാത്ത ഒരിടത്ത് നിങ്ങൾ താമസിച്ചാൽ നിങ്ങളുടെ സമ്പത്തും അറിവും നശിക്കും. വിജയികളായ ആളുകൾക്കിടയിൽ ജീവിക്കുക. പണം ഒഴുകുന്ന വഴികൾ എവിടെയാണോ അവിടെയായിരിക്കണം നിങ്ങളുടെ സാന്നിധ്യം. തന്ത്രം 3. പണം നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്. ആപത്ത് വരുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും കൈവിട്ടേക്കാം. എന്നാൽ നിങ്ങൾ കരുതി വെച്ച പണം നിങ്ങളെ രക്ഷിക്കും. പണം വെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടന്നാൽ നശിച്ചുപോകും. അതുകൊണ്ട് അത് നിക്ഷേപിക്കണം. എന്നാൽ പാത്രത്തിൽ വിള്ളലുണ്ടായാൽ വെള്ളം തീരുമെന്നതുപോലെ അനാവശ്യ ചിലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ഇല്ലാതാക്കും. സമ്പാദ്യശീലം ഒരു തപസ്യ പോലെ കൊണ്ടു നടക്കുക. തന്ത്രം 4. അമിതമായ നിഷ്കളങ്കത വേണ്ട. ചാണക്യൻ പറഞ്ഞു, കാട്ടിൽ ചെന്നാൽ നിങ്ങൾ കാണുക, നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത് എന്നാണ്. ബിസിനസ്സിലും ജീവിതത്തിലും അമിതമായ നിഷ്കളങ്കത കാണിക്കരുത്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ലോകം എങ്ങനെയാണോ അതുപോലെ പെരുമാറാൻ പഠിക്കണം. തന്ത്രശാലികൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിങ്ങളൊരു തന്ത്രജ്ഞനാകണം, അല്ലാതെ ഇരയാകരുത്. തന്ത്രം 5. അറിവ് നേടുക. കയ്യിലുള്ള പണം ആർക്കും മോഷ്ടിക്കാം, എന്നാൽ തലയിലുള്ള അറിവ് ആർക്കും എടുക്കാൻ കഴിയില്ല. ഒരു ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുക. പഠനം നിർത്തുന്ന ദിവസം നിങ്ങളുടെ വളർച്ചയും നിൽക്കും. ലോകം മാറുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നവനെ തേടി ലക്ഷ്മി ദേവി എപ്പോഴും വരും. തന്ത്രം 6. അലസത ഒഴിവാക്കുക. അലസനായ ഒരാൾക്ക് വർത്തമാനകാലമില്ല, ഭാവിയില്ല. നാളെ ചെയ്യാം എന്ന് പറയുന്നവന്റെ അടുക്കൽ പണം അധികകാലം നിൽക്കില്ല. സമയം കൃത്യമായി പാലിക്കുക. ഓരോ നിമിഷവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഉപയോഗിക്കുക. അലസതയെ കൊന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയൂ. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാറ്റം ഉറപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്ത്രമേതാണ്? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.